പ്രതിഭാഗത്തിന്റെ വാദം കഴിഞ്ഞാൽ ഈ ശിക്ഷാവിധിയിലേക്ക് കോടതി കടക്കും. ഇതിൽ ഒന്നാം പ്രതി 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10-ാം പ്രതിക്കും 14-ാം പ്രതിക്കുമെതിരെ ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അതായത് 302 വകുപ്പ് പ്രകാരം കൊലക്കുറ്റം, 143 വകുപ്പ് പ്രകാരം നിയമവിരുദ്ധമായി സംഘം ചേരൽ, 147 വകുപ്പ് പ്രകാരം കലാപാഹ്വാനം, 148 വകുപ്പ് പ്രകാരം മാരകായുധം ഉപയോഗിച്ചുള്ള ഉപദ്രവം ഏൽപ്പിക്കൽ, 201 വകുപ്പ് പ്രകാരം തെളിവ് നശിപ്പിക്കൽ, 341 വകുപ്പ് പ്രകാരം തടഞ്ഞു നിർത്തൽ, 120B വകുപ്പ് പ്രകാരം ക്രിമിനൽ ഗൂഢാലോചന. ഈ കുറ്റങ്ങളാണ് ഒന്നാം പ്രതി എ പീതാംബരനെതിരെയും 2-ാം പ്രതി സജി സി ജോർജിനെതിരെയും 3-ാം പ്രതി സുരേഷ്, 4-ാം പ്രതി കെ അനിൽകുമാർ, 5-ാം പ്രതി ജിജിൻ, 6-ാം പ്രതി ശ്രീരാജ്, 7-ാം പ്രതി അശ്വിൻ, 8-ാം പ്രതി സുബീഷ്. ഇവർക്ക് പുറമെ 10-ാം പ്രതിയായ ഇവർക്ക് പുറമെ അതായത് സുരേന്ദ്രൻ, വിഷ്ണു സുരേ എന്നറിയപ്പെടുന്ന സുരേന്ദ്രൻ, രഞ്ജിത്ത് അപ്പു എന്നിവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിന് പുറമെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട കോടതിയിൽ നടന്ന വിവരങ്ങളെക്കുറിച്ച് ബിനിൽ കൂടി സംസാരിക്കും. അതായത് ഒരു മനപരിവർത്തനത്തിനുള്ള ആവശ്യം സാഹചര്യം വേണമെന്നാണ് കോടതിയിൽ പ്രതിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകനായ CK ശ്രീധരനാണ് വിചാരണ കോടതിയിൽ ശിക്ഷ സംബന്ധിച്ച വാദം നടത്തുന്നത്. എന്തായാലും കൊലക്കുറ്റം ആദ്യത്തെ 8 പ്രതികൾക്കും 10ഉം 12ഉം പ്രതികൾക്കും കോടതി മുമ്പാകെ തെളിഞ്ഞിട്ടുണ്ട്. അതായത് ഇവർക്ക് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ വധശിക്ഷയിലേക്ക് പോകരുത് എന്ന വാദമാണ് ഇപ്പോൾ CK ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി കാണാൻ കഴിയില്ല. പ്രതികൾക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പരമാവധി കുറഞ്ഞ ശിക്ഷ, അതായത് ജീവപര്യന്തത്തിന് അപ്പുറത്തേക്കൊരു ശിക്ഷ നൽകരുത് എന്ന വാദമാണ് പ്രതിഭാഗത്തിന് വേണ്ടി ഇപ്പോൾ CK ശ്രീധരൻ പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. CK ശ്രീധരൻ ഈ കേസിൽ പ്രതിഭാഗത്തേക്ക് വന്നതാണ് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയത്. ഇതുവരെ കോൺഗ്രസിന്റെ കാസർഗോഡെ പ്രധാനപ്പെട്ട നേതാവും KPCCയുടെ വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്നു CK ശ്രീധരൻ. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി പല ക്രിമിനൽ കേസുകളിലും ഒക്കെ തന്നെ ഹാജരായിരുന്നു. അദ്ദേഹം CPM പക്ഷത്തേക്ക് വരികയും ഈ കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുകയും ചെയ്തതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിക്കുകയും അവർ CK ശ്രീധരനെതിരെ രംഗത്ത് വരികയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ പ്രതിഭാഗത്തിന് വേണ്ടി CK ശ്രീധരൻ വാദങ്ങൾ ഉന്നയിക്കുകയാണ്. അവർക്ക് പരമാവധി ശിക്ഷയിലേക്ക് പോകരുത്, വധശിക്ഷ നൽകരുത്, ജീവപര്യന്തത്തിൽ ഒതുക്കണം. അതിനുവേണ്ടി അദ്ദേഹം സുപ്രീം കോടതിയുടെ അടക്കം മുൻ ഉത്തരവുകൾ ചൂണ്ടിക്കാണിച്ചുള്ള വാദമാണ് ഇപ്പോൾ കോടതി മുമ്പാകെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസം ഇതിന്റെ വാദം നടന്നപ്പോൾ പോലും പ്രതികൾ അതിനാടകീയമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നു. KV കുഞ്ഞിരാമൻ പറഞ്ഞത് പ്രായമായ അമ്മയുണ്ട്, തനിക്ക് പ്രായമാണ്, മറ്റു ചിലർ പറയുന്നത് താൻ ചെറിയ പ്രായത്തിൽ ജയിലിൽ കിടക്കേണ്ടി വന്നൊക്കെ എന്നുള്ളതാണ്. അതേ രീതിയിൽ തന്നെ പരമാവധി ഇളവ് ലഭിക്കണമെന്ന ആവശ്യം പ്രതികൾ ഉന്നയിക്കുന്നു അല്ലേ? പരമാവധി ഇളവ് ലഭിക്കണമെന്ന ആവശ്യമാണ് പ്രതിഭാഗം അഭിഭാഷകരും ഇപ്പോൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ പ്രതികൾക്ക് പറയാനുള്ളത് കോടതി കേട്ടിരുന്നു. ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകർക്ക് നിയമപരമായി അവർക്ക് എന്ത് ഈ ശിക്ഷ സംബന്ധിച്ച് പറയാം, അതാണ് ഇപ്പോൾ കോടതി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ 1 മുതൽ 8 വരെ പ്രതികളാണ് ഈ കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്നത്. അവർക്കാണ് ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കാൻ പോകുന്നത്. അത് വധശിക്ഷയിലേക്ക് പോകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും അവർക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷയായിട്ടുള്ള ജീവപര്യന്തം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ 10ഉം 10 ഒരു കാര്യം കൂടി മുന്നോട്ട് വെക്കുന്നു. സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന വാദമാണ് പ്രതിഭാഗം അഭിഭാഷകൻ മുന്നോട്ട് വെക്കുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ കേസിലെ സാക്ഷിമൊഴികളിലടക്കം പല വൈരുദ്ധ്യങ്ങളുണ്ട്. CBIയുടെ അന്വേഷണ രീതി സംബന്ധിച്ച പല ആരോപണങ്ങളും ഈ കേസിന്റെ വിചാരണ വേളയിൽ കോടതിയുടെ മുന്നിലേക്ക് വന്നു. പക്ഷേ അന്വേഷണത്തിലെ പാകപ്പിഴകൾ എന്നതിനപ്പുറത്ത് ആ പാകപ്പിഴകളും തെളിവുകളുടെ അഭാവവുമാണ് ഈ കേസിലെ 10 പ്രതികളെ വെറുതെ വിട്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കേസിൽ CBI വന്നതിന് ശേഷം കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പ്രതിയേർത്തിരുന്ന 6 പേരെയും വിചാരണ കോടതി വെറുതെ വിട്ടു എന്നതാണ്. അതായത് ഇതിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുക്കാതെ കൊലപാതകത്തിന്റെ ഗൂഢാലോചന ഭാഗമായി CBI ഉൾപ്പെടുത്തിയ പ്രതികൾക്ക് എതിരെ തെളിവുകൾ കൃത്യമായി പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, CBI വന്ന ശേഷം 10 പ്രതികളെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തത്. അതിൽ 6 പേരെയും കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിടുകയും ചെയ്തു. 4 പേർക്ക് മാത്രമാണ് ശിക്ഷ വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളായ ഉദുമയിലെ മുൻ MLA ആയിരുന്ന KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരുണ്ട്. പക്ഷേ അവർക്ക് പരമാവധി 2 വർഷം മാത്രം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അവർക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്. അതായത് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നുവെന്ന കുറ്റം മാത്രമാണ് ഇവർക്കെതിരെ, ഈ CPMന്റെ പ്രധാനപ്പെട്ട 4 നേതാക്കൾക്കെതിരെ ഇപ്പോൾ കോടതി മുമ്പാകെ തന്നെ തെളിഞ്ഞിരിക്കുന്നത്. അതിൽ IPC 225 ആണ് അവർക്കെതിരെ ഉള്ളത്. അത് പരമാവധി 2 വർഷം വരെ മാത്രമേ ശിക്ഷ ലഭിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് കോടതി അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെങ്കിലും കഴിഞ്ഞ ദിവസം അവരെ ജാമ്യത്തിൽ വിട്ടയച്ചത്. അറിയാം.
ഇപ്പോൾ പ്രതിഭാഗം കോടതിയിൽ മുന്നോട്ട് വെക്കുന്നത് സാക്ഷികളുടെ മൊഴികൾ സംശയാതീതമല്ല, ചില സംശയങ്ങൾ ഇപ്പോഴുമുണ്ട്, ചില സാക്ഷിമൊഴികളിലും പിന്നീട് വൈരുദ്ധ്യം കണ്ടെത്തി എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിഭാഗം കോടതിയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന കാര്യം പ്രതിഭാഗം അഭിഭാഷകൻ ശ്രീധരൻ CBI കോടതിയിൽ ആവർത്തിക്കുന്നു. ഈ പറഞ്ഞതുപോലെ 1 മുതൽ 8 വരെയുള്ള സാക്ഷികൾ പ്രതികൾ, അതിൽ പ്രധാനപ്പെട്ട പ്രതി CPM-ന്റെ പെരിയ ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന A പീതാംബരനാണ്. അതോടൊപ്പം തന്നെ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, അതോടൊപ്പം തന്നെ മറ്റു 2 പേർ രാഘവൻ വെളുത്തോളി അടക്കമുള്ള ആളുകൾക്കെതിരെ ഈ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നീ കുറ്റങ്ങളാണ് നിലവിൽ തെളിഞ്ഞിരിക്കുന്നത്. അതിന്മേൽ പരമാവധി ഇളവ് ലഭിക്കാനുള്ള വാദങ്ങളാണ് ഇപ്പോൾ CBI കോടതിയിൽ പ്രതികളുടെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി അവർ മുന്നോട്ട് വെക്കുന്നത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കാണാനാകില്ല, ഇതിൽ ഇളവ് നൽകണം, വധശിക്ഷയിലേക്ക് പോകരുത്, അതോടൊപ്പം തന്നെ സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നീ കാര്യങ്ങൾ പ്രതിഭാഗം അഭിഭാഷകർ ഇപ്പോൾ കോടതിയിൽ മുന്നോട്ട് വെക്കുന്നു. ഇതിൽ വാദമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.